Welcome you all to the video on fluid mechanics and hydraulics. ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡൈനാമിക് ഇക്വേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ കണ്ടു. ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ നമ്മൾ അതിൻ്റെ ഡൈനാമിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡൈനാമിക് ഇക്വേഷൻ ആണ് ഇവിടെ കാണുന്ന dy/dx equal to S0 minus SF by Q square by 1 minus Q square T by GAQ. ഇതിനെ നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. ആ ഓരോന്നുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഒന്നാമതായി കിടക്കുന്ന ഏതാണ്? dy/dx equal to S0 minus SF whole divided by 1 minus FR square. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ഈ ഓരോ ഇക്വേഷനും എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. സോ how to ഇവിടെ നമുക്ക് FR സ്ക്വയർ ആണ്. അപ്പോൾ ഈ Q square T by GA ക്യൂബ് എങ്ങനെയാണ് FR സ്ക്വയർ ആവുന്നതെന്ന് നോക്കാം. സോ ഇവിടെ നമ്മളിത് FR സ്ക്വയർ ആവണം, അതായത് Q square T by GA ക്യൂബ് FR സ്ക്വയർ ആവണം. അതെങ്ങനെയാണ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ Q square T by GA ക്യൂബിന് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ലൈക്ക് Q square by A square into T by GA. Okay, what is Q square by A square? That is equal to V square, right? V square into T by G into A ക്ക് പകരം ഞാൻ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ കൊടുക്കുന്നു BY. അപ്പോൾ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ കൊടുക്കുമ്പോഴേക്കും ടോപ്പ് വിഡ്ത്തും ബേസ് വിഡ്ത്തും സെയിം ആവും. അപ്പോൾ ടിയും ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ റിമൈനിങ് ഇക്വേഷൻ എങ്ങനെയായി വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു V square by GY. റൈറ്റ്. അപ്പോൾ നമുക്കറിയാം റൂട്ട്സ് നമ്പർ എന്ന് പറഞ്ഞാൽ V/√GY ആണ്. അല്ലെങ്കിൽ FR സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? നമുക്ക് FR സ്ക്വയർ ഈസ് ഈക്വൽ ടു V square by GY എന്ന് എടുക്കാം. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു FR സ്ക്വയർ. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. അതായത് S0 minus SF whole divided by 1 minus Q square T by GA ക്യൂബിന് പകരം Q square T by GA ക്യൂബിന് പകരം എന്ത് കൊടുക്കാം? നമുക്ക് FR സ്ക്വയർ കൊടുക്കാം. ഇനി എങ്ങനെയാണ് ഈ മൂന്നാമത്തെ ആയിട്ട് തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ഡൈനാമിക് ഇക്വേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം എടുത്തിരിക്കുന്ന ഇക്വേഷൻ ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, dh/dx equal to dz/dx plus dy/dx plus dv square by 2g/dx. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? ദിസ് വിൽ ബി ഈക്വൽ ടു dh/dx is equal to dz/dx plus ഇതിന് മൊത്തത്തിൽ പകരം നമുക്ക് എന്ത് എഴുതാം? de/dx എന്ന് എഴുതാം. or de/dx is equal to എന്ത് എഴുതാം? dh/dx minus dz/dx എന്ന് എഴുതാലോ. what is dh/dx? that is equal to minus SF എന്നറിയാം. energy slope in the decreasing direction, right? what is dz/dx? അതും നമുക്കറിയാം. minus of S0 ആണെന്നറിയാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു S0 minus SF എന്നാണെന്നറിയാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു dy/dx is equal to S0 minus SF ന് പകരം എന്ത് കൊടുക്കാം? de/dx കൊടുക്കാം അല്ലേ? de/dx whole divided by 1 minus Q square T by GA cube, റൈറ്റ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷൻ എടുക്കുന്നത്. അപ്പോൾ de/dx will be equal to dy/dx into 1 minus Q square T by G into A cube. ഇനി ബാക്കി നാലാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗ്രാജുവലി വേരിയഡ് ഫ്ലോയുടെ ഡൈനാമിക് ഇക്വേഷനിലെ നെക്സ്റ്റ് ഫോം ആണിത്. അപ്പോൾ ഈ ഫോം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഡിഫറെൻറ്റ് ഫോമിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റൈൽ ഓഫ് ഫോമിലേക്ക് നമ്മുടെ ബേസിക് ഇക്വേഷൻ ഒന്ന് മാറ്റാം. അപ്പോൾ ബേസിക് ഇക്വേഷൻ ഇതാണ്. dy/dx is equal to S0 minus SF whole divided by 1 minus Q square T by GA cube. അപ്പോൾ അതിന് ആദ്യം ഈ ഒരു ടൈപ്പിലേക്ക്, അതായത് S0 പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു S0 into 1 minus ഇതിൽ S0 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 1 ആവും. ഇവിടെ എന്ത് ചെയ്യും? SF by S0 എന്ന് വരും. ഓക്കെ, whole divided by 1 minus Q square T by GA cube.
അപ്പോൾ ഇതൊന്ന് അകത്തേക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എസ് നോട്ട് ഇൻറ്റു 1 എസ് നോട്ട് ആവും, എസ് നോട്ട് ഇൻറ്റു എസ് എഫ് ബൈ എസ് നോട്ട് എന്താവും, എസ് നോട്ടും ക്യാൻസൽ ചെയ്ത് എസ് എഫ് ആയി മാറും. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ റീറൈറ്റ് ചെയ്തു. ഇനി ഇതിപ്പോൾ ഏകദേശം ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ന്യൂമറേറ്ററിൽ കാണുന്നത് കെ നോട്ട് ബൈ കെ ഹോൾ സ്ക്വയർ എന്നാണ് കാണുന്നത്. എസ് എഫ് ബൈ എസ് നോട്ടിന് പകരം കെ നോട്ട് ബൈ കെ ഹോൾ സ്ക്വയർ എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ എസ് എഫ് ബൈ എസ് നോട്ടിന് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതേപോലെ ഇവിടെ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബിന് പകരം ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, സെഡ് സി ബൈ സെഡ് ഹോൾ സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഇത് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എസ് എഫ് ബൈ എസ് നോട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൺവെയൻസ് ഫാക്ടർ എടുത്തിട്ടുണ്ട്. അതായത് കെ എന്ന് പറഞ്ഞാൽ എന്താണ്, കൺവെയൻസ് ഫാക്ടർ ആണ്. കെ കൺവെയൻസ് ഫാക്ടർ ആണെങ്കിൽ that will be q equal to ac into root of rs. നമ്മൾ ചെസീസ് ഇക്വേഷനിൽ വെലോസിറ്റി ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ q എന്തായിരിക്കും, a into c into root of rs ആണ്. അല്ലെങ്കിൽ നമുക്ക് അത് എന്താ എഴുതാം, equal to k into root s എന്നെടുക്കാം. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ അതേപോലെ ഇവിടേക്ക് എടുക്കുകയാണ്. സോ q is equal to k into root s എന്നെടുക്കുക. ഓക്കെ, അത് നോർമൽ ഏത് ഫ്ലോയിലാണെങ്കിലും നമ്മൾ അങ്ങനെ എടുക്കാം. അപ്പോൾ ഗ്രാജുവലി വേരിയഡ് ഫ്ലോയിലാണെങ്കിൽ നമുക്ക് q equal to k into root of sf എന്ന് വരും. നേരെ മറിച്ച് ഒരു യൂണിഫോം ഫ്ലോ ആണെങ്കിൽ q will be equal to k into root of s naught എന്ന് വരും. അപ്പോൾ ഇത് യൂണിഫോം ഫ്ലോയിൻ്റെ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, this will be equal to k naught എന്ന് കൊടുക്കുന്നു. ഓക്കെ, q will be equal to k into root of എസ് നോട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇവിടെ എസ് എഫ് ബൈ എസ് നോട്ട് എന്നുള്ള രീതിയിലേക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടിനെ എന്ന് ഇത് സ്ക്വയർ ചെയ്യുന്നു. സോ ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ഇൻറ്റു എസ് എഫ്, ഓർ എസ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ കെ സ്ക്വയർ. അതേപോലെ ഇവിടെ ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ നോട്ട് ഇൻറ്റു എസ് നോട്ട്, ഓർ എസ് നോട്ട് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ കെ നോട്ട്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എസ് എഫ് ബൈ എസ് നോട്ട് ഒന്ന് എടുത്ത് നോക്കാം. എസ് എഫ് ബൈ എസ് നോട്ട്, this will be equal to q square by k square whole divided by, അപ്പോൾ this will be equal to k naught into k naught by q square എന്ന് വരും. അപ്പോൾ ഇതും ക്യാൻസൽ, ഡിവൈഡഡ് ബൈ എടുക്കുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുന്നു. സോ k naught square by q square എന്ന് വരും. q square ക്യാൻസൽ ആവും. നമുക്ക് എസ് എഫ് ബൈ എസ് നോട്ട് എന്ത് കിട്ടും, k naught square by k square കിട്ടും. അത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്റർ ഓക്കെ. ഇനി അതേപോലെ നമ്മൾ ഡിനോമിനേറ്റർ നോക്കാൻ വേണ്ടി സെക്ഷൻ ഫാക്ടർ എടുക്കുന്നു. അപ്പോൾ സെക്ഷൻ ഫാക്ടർ എടുക്കുമ്പോൾ സെക്ഷൻ ഫാക്ടർ എന്താണ്, സെക്ഷൻ ഫാക്ടർ z is equal to a into root d ആണ്. അപ്പോൾ a into root of a by t, ഹൈഡ്രോളിക് ഡെപ്തിന് പകരം എന്ത് ചെയ്യുക, റേഷ്യോ ഓഫ് ഏരിയ ടു ടോപ്പ് വിഡ്ത്ത് എടുക്കാം. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ z സ്ക്വയർ is equal to a ക്യൂബ്, അതായത് സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ സ്ക്വയർ റൂട്ട് പോവും. സോ എ ക്യൂബ് ബൈ ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോയുടെ സെക്ഷൻ ഫാക്ടറും ബാക്കി നോർമൽ കണ്ടീഷനിലെ സെക്ഷൻ ഫാക്ടറിനെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നോർമൽ ഫ്ലോയിലാണെങ്കിൽ ബി ഇറ്റ് യൂണിഫോം ഫ്ലോ ഓർ ഗ്രാജുവലി ഫ്ലോ whatever, z എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ക്യൂബ് ബൈ ടി ആയിരിക്കും. നേരെ മറിച്ച് ഇതെന്താണ്, സെഡ് സി ആണ്. സെഡ് സി എന്ന് പറഞ്ഞാൽ എന്താ, സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോന്റെ കണ്ടീഷൻ നമുക്കറിയാം. എന്താണ് ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ? ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഈക്വൽ ടു 1 ആണെന്ന് അറിയാം അല്ലേ. അല്ലെങ്കിൽ നമുക്കിവിടെ സെക്ഷൻ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ സെക്ഷൻ ഫാക്ടർ ഈക്വൽ ടു എ സി ക്യൂബ് ബൈ ടി ക്യൂബ് എന്ന് പറയാം, ടി സി ക്യൂബ് എന്ന് പറയാം. ഓക്കെ, സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ ഈസ് ഈക്വൽ ടു എ സി കെ, അതായത് ഏരിയ അറ്റ് ക്രിട്ടിക്കൽ ഫ്ലോ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ടോപ്പ് വിഡ്ത്ത് അറ്റ് ക്രിട്ടിക്കൽ ഫ്ലോ. ഓക്കെ, എ ക്യൂബ് ബൈ ടി എന്ന് പറയാം. അതായത് സെക്ഷൻ ഫാക്ടർ അതുപോലെ എടുത്തു. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ഇങ്ങനെ സെഡ് സി ഈക്വൽ ടു എ ക്യൂബ് ബൈ ടി കിട്ടി, മറ്റേത് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ ടോപ്പ് വിഡ്ത്ത് അറ്റ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്, ഏരിയ അറ്റ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, എ ക്യൂബ് ബൈ ടി എങ്ങനെ എടുക്കാം, എ ക്യൂബ് ബൈ ടീനെ എനിക്ക് എന്തായിട്ട് എടുക്കാം, ക്യൂ സ്ക്വയർ ബൈ ജി ആയിട്ട് എടുക്കാം. ഓർ ക്യൂ സ്ക്വയർ ബൈ ജി എന്ന് പറയുന്നത് എനിക്ക് എന്തായിട്ട് എടുക്കാം, എ ക്യൂ ബൈ ടി ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ എ ക്യൂ ബൈ ടി സിന് പകരം നമുക്ക് എന്തായിട്ട് കൊടുക്കാം, ക്യൂ സ്ക്വയർ ബൈ ജി ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ശരിക്കും ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്, ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും, ക്യൂ സ്ക്വയർ ബൈ ജി ഇൻറ്റു
ടി ബൈ എ ക്യൂബ് ആണ്. അപ്പൊ ക്യൂ സ്ക്വയർ ബൈ ജിക്ക് പകരം എന്ത് കൊടുക്കാം? സെഡ് സി എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ അഗെയിൻ സെഡ് സി സ്ക്വയർ ആണ്, സെഡ് സി സ്ക്വയർ ആണ്. സോ അഗെയിൻ എ ക്യൂബ് ബൈ ടി, അല്ലെങ്കിൽ ടി ബൈ എ ക്യൂബിന് പകരം എന്ത് കൊടുക്കാം? ടി ബൈ എ ക്യൂബിന് പകരം 1 ബൈ സെഡ് സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ സെഡ് സി ബൈ സെഡ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷൻ ഡെവലപ്പ് ആക്കുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ മുകളിലെ ന്യൂമറേറ്റർ ഇക്വേഷൻ കൺവെയൻസ് ഫാക്ടർ എന്ന് എടുക്കുന്നത്. ഡിനോമിനേറ്ററിലെ സെക്ഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ ഒന്ന് പ്ലെയിൻ ആയിട്ട് സെക്ഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് എ ക്യൂബ് ബൈ ടി എടുക്കുന്നു. ആ എ ക്യൂബ് ബൈ ടീനെ ഈ പോർഷൻ നമ്മൾ റീപ്ലേസ് ചെയ്ത് സെഡ് എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തത് എങ്ങനെ ചെയ്യുന്നു? ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഈക്വൽ ടു 1 എടുക്കുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എ സി ക്യൂബ് ബൈ ടി സി ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി എടുക്കുന്നു. ആ ക്യൂ സ്ക്വയർ ബൈ ജിക്ക് എന്ത് ചെയ്യുന്നു? സെഡ് സി എന്ന് കൊടുക്കുന്നു, സെഡ് സി സ്ക്വയർ എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷൻ ഡെവലപ്പ് ആക്കുന്നത്. അപ്പോൾ ഫോർത്ത് ഇക്വേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫിഫ്ത്ത് ഇക്വേഷനിലേക്ക് പോവാം. എങ്ങനെയാണ് ഫിഫ്ത്ത് ഇക്വേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അഗെയിൻ നമ്മുടെ ബേസിക് ഇക്വേഷൻ എടുക്കുന്നു. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എസ് നോട്ട് ഇൻറ്റു 1 മൈനസ് എസ് എഫ് ബൈ എസ് നോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം എസ് എഫ് ബൈ എസ് നോട്ട് എങ്ങനെ ക്യൂ ബൈ ക്യൂ എൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു നോർമൽ ഫ്ലോവിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ എടുക്കുകയാണ്. അപ്പോൾ ഡിസ്ചാർജ് ഇക്വേഷൻ ക്യൂ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സി ഇൻറ്റു റൂട്ട് ഓഫ് ആർ ഇൻറ്റു എസ് എഫ്. ഓക്കെ, ഏത് ഫ്ലോ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക്കലി അത് യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ എടുക്കണം. അപ്പോൾ ദിസ് ഈസ് വിൽ ബി ഈക്വൽ ടു ക്യൂ സ്ക്വയർ, നമ്മൾ സ്ക്വയർ എടുക്കണം. ക്യൂ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ആർ എസ് എഫ്, or SF is equal to Q square by A square C square R എന്നെടുക്കാം. Similarly, if it is uniform flow ആണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? Q is equal to A into C into root of R S naught എന്ന് വരും. അപ്പോൾ നമ്മൾ S naught എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? Q square, അതായത് ഇവിടെ ഇത് യൂണിഫോം ഫ്ലോ ആണെന്ന് കാണിക്കാൻ വേണ്ടി. യൂണിഫോം ഫ്ലോയിൽ നമുക്ക് നോർമൽ ഡെപ്ത് ഉണ്ടാവും നമുക്കറിയാം അല്ലേ? വിച്ച് വിൽ ഹാവ് എ പെർട്ടിക്കുലർ ഡിസ്ചാർജ് വിൽ ബി ഹാവിങ് ആൻ യുണീക് ഡെപ്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ നോർമൽ ഡെപ്ത് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ക്യു എൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ യൂണിഫോം ഫ്ലോയിലാണെങ്കിൽ ഡിസ്ചാർജിന് എന്ത് കൊടുക്കുന്നു? ക്യു എൻ എന്ന് കൊടുക്കുന്നു. സോ ക്യു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ആർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എസ് എഫ് ബൈ എസ് നോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്യു സ്ക്വയർ ബൈ ക്യു എൻ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ന്യൂമറേറ്ററിൽ എസ് എഫ് ബൈ എസ് നോട്ട് എന്തായി? ക്യു സ്ക്വയർ ബൈ ക്യു എൻ സ്ക്വയർ ആയി. ഇനി നമുക്ക് അതുപോലെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലുള്ള ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബിനെ ക്യൂ ബൈ ക്യൂ സി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തു നോക്കണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് ക്യൂ ബൈ ക്യൂ സി ഹോൾ സ്ക്വയർ കിട്ടേണ്ടത്. ഇവിടെ ഓൾറെഡി നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ആണ്. അപ്പോൾ ഈ ഇക്വേഷന് നമ്മൾ ക്യൂ സ്ക്വയർ അതുപോലെ തന്നെ വയ്ക്കുന്നു. കാരണം മുകളിൽ നമുക്ക് ഇവിടെ ക്യൂ സ്ക്വയർ വേണം. ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഇൻറ്റു ടി ബൈ ജി എ ക്യൂബ്, ഈ ഒരു ഫോർമാറ്റിനെ മാറ്റിയിട്ട് എന്തായി വെക്കണം? അവിടെ നമുക്ക് ഈക്വൽ ടു ക്യൂ സി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ക്യൂ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനിൽ ഈ ഇത്രയും പോർഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഇൻറ്റു ജി ഇൻറ്റു എ ക്യൂബിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, എ ഇൻറ്റു എ സ്ക്വയർ, ഓർ ദിസ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ജി ഇൻറ്റു ബി, ഏരിയനെ ബി വൈ എന്ന് കൊടുക്കുന്നു. ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ ആണ് ബി വൈ സി ഇൻറ്റു എ സ്ക്വയർ എന്ന് വരുന്നു. അപ്പൊ ടിയും ബിയും ക്യാൻസൽ ആവുന്നു. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ബൈ ജി വൈ സി ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. ഈ ജി വൈ സി എന്ന് പറഞ്ഞാൽ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനിൽ നമുക്ക് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി വൈ സി ആണെന്ന് അറിയാം അല്ലേ? അപ്പം ഇവിടെ ജി വൈ സി ഉള്ളത്, അപ്പൊ സ്ക്വയറിംഗ് വി സി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ജി വൈ സി ആണ്, റൈറ്റ്? അപ്പോൾ ഏരിയ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനിലാണെങ്കിൽ എ സി സ്ക്വയർ ആയിരിക്കും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വി സി സ്ക്വയർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ബൈ ക്യൂ സി സ്ക്വയർ. ഇങ്ങനെയാണ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബിൽ ഈ ടി ബൈ ജി എ ക്യൂബ് എന്തായി മാറുന്നത്? ക്യൂ സി സ്ക്വയർ ആവുന്നത്. അപ്പം ഡിനോമിനേറ്ററിലും എങ്ങനെയാണെന്ന് ക്ലിയർ ആയി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ദിസ് വിൽ ബി ഫൈനലി ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ക്യൂ സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററായി എസ് എഫ് ബൈ എസ് നോട്ട് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ക്യൂ എൻ സ്ക്വയർ, അതേപോലെ ഡിനോമിനേറ്ററായി ക്യൂ സ്ക്വയർ ബൈ ക്യൂ സി സ്ക്വയർ. അപ്പോൾ അഞ്ചാമത്തെ ഈ ഫോം ഓഫ് ഇക്വേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആറാമത്തെയും ഏഴാമത്തെയും ഇക്വേഷനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക്
ചെസീസ് ഇക്വേഷനും മാനിങ്സ് ഫോർമുലയും എടുക്കാം. അപ്പം നമ്മളിവിടെ ആറാമത്തെയും ഏഴാമത്തെയും ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെസീസ് ഇക്വേഷനും എടുത്തിട്ടുണ്ട്, മാനിങ്സ് ഇക്വേഷനും എടുത്തിട്ടുണ്ട്, ഒരു ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ഒക്കെ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ചെസീസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V = C√RS ആണ്. ഡിസ്ചാർജിലേക്ക് വരുമ്പോഴേക്കും ഇൻറ്റു ഏരിയയും കൂടി വരും. അതേപോലെ ഇവിടെ മാനിങ്സ് ഫോർമുല പറഞ്ഞാൽ V = 1/n R⁻²/3 S⁻½ ആണ്. ഡിസ്ചാർജ് വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഏരിയയും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇതൊരു ഗ്രാജുവലി വേരിയഡ് ഫ്ലോയുടെ ഡിസ്ചാർജ് ആണ്. ഇതേ ഡിസ്ചാർജ് ആണ് നമ്മുടെ യൂണിഫോം ഫ്ലോയിലെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു A × C × √R S0 ആവും അല്ലേ? അല്ലെങ്കിൽ ഈ മാനിങ്സ് ഫോർമുല ദിസ് വിൽ ബി ഈക്വൽ ടു 1/n R⁻²/3 S0² എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഇങ്ങനെയായിട്ട് വന്നു. ഇനി നമ്മൾ ചെസീസ് ഇക്വേഷൻ ആദ്യം ഒന്ന് എടുക്കുവാണ്. അപ്പോൾ ചെസീസ് ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷനും സെയിം ആയിട്ട് വന്നു. അതായത് A × C² അല്ലെങ്കിൽ വേണ്ട നമുക്കത് ഓക്കെ അങ്ങനെ തന്നെ എടുക്കാം. R × SF is equal to A² × C² × R × S0, റൈറ്റ്? ഇനി ഇതിൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ SF/S0 കൊടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു A². ഇത് യൂണിഫോം ഫ്ലോയുടെ ഇക്വേഷൻ ആണ് ഇവിടെ വരിക. സോ AN² C² അവിടെ കിടക്കട്ടെ RN² എന്ന് കൊടുക്കുന്നു ഡിവൈഡഡ് ബൈ ഇവിടെ A² × C² × R² കൊടുക്കും. അപ്പോൾ ഇത് കോൺസ്റ്റന്റ്, ഇത് രണ്ടും സെയിം ആയിട്ട് ചെസീസ് കോൺസ്റ്റന്റ് സെയിം ആയിട്ട് ഇത് രണ്ടും ഞാൻ മാറ്റി വെക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഏരിയയും ഹൈഡ്രോളിക് റേഡിയസിന് ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ ഏരിയക്കും ഹൈഡ്രോളിക് റേഡിയസിന് ഇൻപുട്ട് കൊടുത്താൽ ദിസ് വിൽ ബി ഈക്വൽ ടു B² × YN². യൂണിഫോം ഫ്ലോയുടെ നോർമൽ ഡെപ്ത് ആണ്, അതുകൊണ്ടാണ് n എന്ന് മാർക്ക് ചെയ്യുന്നത്. ഇൻറ്റു ഒരു മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആണെങ്കിൽ R = Y/2 ആണ്. സോ YN²/4 കൊടുക്കുന്നു. ഹോൾ ഡിവൈഡഡ് ബൈ അഗെയിൻ ദിസ് വിൽ ബി ഈക്വൽ ടു B² ഇൻറ്റു ഇവിടെ Y² മാത്രം ഇൻറ്റു ഇവിടെയും എക്കണോമിക്കൽ സെക്ഷൻ ആണെങ്കിൽ Y²/4. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, സിമിലർ ടേംസ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ബാക്കി വരുന്നത് എത്രയാണ്? ബാക്കി വരുന്നത് ഹിയർ സ്ക്വയർ വരില്ല കേട്ടോ, ഇവിടെ രണ്ട് സ്ക്വയർ വരില്ല കാരണം R/2 മാത്രമാണ്. സോ YN/2 Y/2. ഓക്കെ, അത് രണ്ടും 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ്. 2 ഉം 2 ഉം ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ വരുന്നത് YN² × Y എന്ന് പറയുന്നത് YN³ ഡിവൈഡഡ് ബൈ Y³. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ 7th ഇക്വേഷനിൽ എങ്ങനെയാണ് YN/Y³ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇവിടെ ഈ 10/3 അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇതേ ഇക്വേഷൻ പോലെ തന്നെ മാനിങ്സ് ഫോർമുല വെച്ച് ചെയ്യുവാണെങ്കിൽ ഇത് എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇഫ് ഐ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, സോ 1/n ഉം 1/n ഉം ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് വെച്ച് ചെയ്യുവാണ്. സോ B × YN, ഇവിടെ R എന്ന് പറയുന്നത് Y/2 ആണെന്ന് പറഞ്ഞു അല്ലേ? സോ YN/2 whole power 2/3 into SF⁻². This will be equal to again B × Y × Y/2 whole power 2/3 into S0⁻². അപ്പം SF/S0 എടുക്കുവാണ്, ഹോൾ പവർ ഹാഫ് അവിടെ തന്നെ കിടക്കട്ടെ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു B × Y × Y/2 whole power 2/3 whole divided by ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു, YN എടുക്കുന്നു. സോ ഓക്കെ, സോറി ഇവിടെ എടുത്തതൊന്ന് മിസ്സായിപ്പോയി, ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു. Let me rewrite this equation in full. So ഞാൻ എടുക്കുന്ന ഇക്വേഷൻ ആദ്യം നമ്മൾ SF-ന്റെ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. SF-ന്റെ ഇക്വേഷൻ എടുത്തപ്പോൾ ഒന്ന് തെറ്റിപ്പോയി. അതായത് 1/n into BY into Y/2, R ന് പകരം കൊടുക്കുന്നു Y/2 power 2/3 into SF⁻². Okay, this will be equal to 1/n. യൂണിഫോം ഫ്ലോന്റെ കേസിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, YN കൊടുക്കേണ്ടത്. സോ B × YN into ഹൈഡ്രോളിക് റേഡിയസിന് YN/2 കൊടുക്കുന്നു. മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. into 2/3 into S0⁻² എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ സിമിലർ ടേംസ് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് മാത്രം ഒന്ന് എടുത്ത് എഴുതുകയാണെങ്കിൽ ബാക്കി വരുന്നത് ഇവിടെ വരുന്നത് Y into again 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് കളയാം. സോ
y into y raised to 2 by 3 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് yn into yn raised to 2 by 3. അപ്പം y into y raised to 2 by 3 into sf raised to half. This is equal to yn into yn raised to 2 by 3 into s naught raised to half. ഇനി നമുക്ക് എന്ത് ചെയ്യാം, sf by s naught raised to half എടുക്കാം. So this will be equal to yn into 5 by 3 divided by y raised to 5 by 3. അപ്പോൾ ഇതിനെ sf by s naught മാത്രം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ മൊത്തത്തിൽ സ്ക്വയർ ചെയ്താൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു 10 by 3 എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ന്യൂമറേറ്റർ പോർഷൻ കിട്ടുന്നത്. അതേപോലെ ഡിനോമിനേറ്റർ പോർഷനിൽ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബിന് എന്ത് കിട്ടണം, വൈ സി ബൈ വൈ ആയിട്ട് കിട്ടണം. അതെങ്ങനെയാണ് കിട്ടുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ്ലി ആദ്യം നമ്മുടെ ഇക്വേഷൻ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് എടുക്കുന്നു. ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് എടുക്കുന്നു. ഡിനോമിനേറ്ററിലുള്ള ഈ വാല്യൂ ആണ് എന്തായിട്ട് കിട്ടേണ്ടത്, വൈ സി ബൈ വൈ ഹോൾ ക്യൂബ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു ടി ബൈ ജി ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വീണ്ടും ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു ടി ബൈ ജി ഇൻറ്റു ബി വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ടിയും ബിയും നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ സെയിം ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ബാക്കിയുള്ളത് ജി വൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിലുള്ള ഈ വൈ ഇവിടെ കിട്ടി. ഇനി ബാക്കിയുള്ളതാണ് എടുക്കുന്നത്. ബാക്കിയുള്ളത് എടുക്കുന്നത് വെച്ചാൽ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു ജി വൈ എന്ന് എടുക്കുന്നു. ഓക്കെ, അതാണല്ലോ. വാട്ട് ഈസ് ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ? ദിസ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഡിസ്ചാർജ്, റൈറ്റ്? സോ ക്യൂ സ്ക്വയർ ബൈ ഓക്കെ ജി എടുക്കുന്നു, ബാക്കി വൈ എല്ലാം ഒന്നിച്ചെടുക്കുന്നു, വൈ ക്യൂബ്. അപ്പോൾ ക്യൂ സ്ക്വയർ ബൈ ജി എന്താണ്? ക്യൂ സ്ക്വയർ ബൈ ജി എന്ന് നമുക്കറിയാം, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ക്രിട്ടിക്കൽ ഡെപ്ത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വൈ സി ക്യൂബ് ബൈ വൈ ക്യൂബ്. അപ്പോൾ എങ്ങനെയാണ് വൈ എൻ ബൈ വൈ ഹോൾ ക്യൂബ് അല്ലെങ്കിൽ വൈ എൻ ബൈ വൈ ഹോൾ പവർ 10 by 3 കിട്ടുന്നതെന്ന് മനസ്സിലാക്കി. ഇത് ചെസീസ് ഇക്വേഷൻ വെച്ചിട്ടാണ്, ഇത് മാനിങ്സ് ഫോർമുല വെച്ചിട്ടാണ്. അതേപോലെ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ഇക്വേഷൻ വെച്ചിട്ട് വൈ സി ബൈ വൈ ക്യൂബ് കിട്ടുന്നതും മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ 7 ഫോംസ്, അതായത് സ്റ്റാർട്ടിംഗ് വിത്ത് ഡൈനാമിക് ഇക്വേഷൻ നമ്മൾ ഒരു 7ഓളം ഇക്വേഷൻസ് ഇവിടെ കണ്ടു. ഈ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ കിട്ടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലെങ്കിലും ഏതൊക്കെയാണ് ആ ഫോംസ് എന്നൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. കാരണം നമുക്ക് ഇത് അധികം അത്ര ഇമ്പോർട്ടൻസോടെ എക്സാമിന് വരണമെന്നില്ല. കാരണം ഇത് ഫസ്റ്റ് നിങ്ങളുടെ സ്കീം പ്രകാരമുള്ള ഏറ്റവും ആദ്യത്തെ എക്സാം ആണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അല്ലാതെ തന്നെ ചോദിക്കാനുണ്ട്. എന്നിരുന്നാലും ഈ ഫോംസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇനി നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊഫൈൽസ് ഒക്കെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷനിലേക്കാണ്. അതായത് either 6th equation or 7th equation. അപ്പോൾ മനസ്സിൽ എന്തായാലും ഈ ഒരു ഇക്വേഷൻ എന്തായാലും ഉണ്ടായിരിക്കണം. ബാക്കി എല്ലാ ഇക്വേഷനും എങ്ങനെയാണ് ഇക്വേഷൻ എന്ന് ഒന്ന് മനസ്സിലാക്കുക. അതിൽ കൂടുതൽ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ 7 ഫോംസ് ഓഫ് ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് എന്തൊക്കെയാണെന്നൊന്ന് എഴുതിപ്പോയാൽ മാത്രം മതി.